LCU തന്നെ ലോകേഷിൻ്റെ LCU ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഏത് തുറന്നാലും ഇങ്ങേരിൻ്റെ അടുത്ത പടം ഫ്ലോപ്പ് അല്ലെങ്കിൽ റിവ്യൂ അതുപോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ പറഞ്ഞിരുന്നു ഇങ്ങേരെ ഇനി നോക്കണ്ട അടുത്ത പടങ്ങൾ മൊത്തം ഫ്ലോപ്പായിരിക്കുന്നു. ഏതവനാണ് ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത്. ഒരു സിനിമ ഇതാണ് കുഴപ്പം. ഏതെങ്കിലും ഒരു ഡയറക്ടർ ഏതെങ്കിലും സിനിമ മോശം അല്ലെങ്കിൽ കുറച്ച് മോശം അഭിപ്രായം പറഞ്ഞാൽ അത് വള്ളി പിടിച്ച് അങ്ങോട്ട് കയറി പോവുക. കുറേ എണ്ണങ്ങൾ കുറേ വധൂരികളുണ്ട് അങ്ങനെ പിടിച്ച് പോവുക. അവന്മാർ സിനിമ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കമൻറ്റ് പറഞ്ഞ കുറേ വാഴകൾ അവന്മാർ കുറേ എണ്ണം പറയും. കുറച്ച് ആൾക്കാർ മോശം എന്ന് പറഞ്ഞാൽ അതിലേക്ക് പിടിച്ച് കയറുക. ഞാൻ മോശം എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ കാണാതെ പോലും ഓക്കെ അവൻ മോശം പടം എന്ന് വിചാരിക്കണം കുറേ വാഴകളുണ്ട്. സത്യം കിട്ടും. അതുപോലെ റിവ്യൂ അത് സ്വന്തം അഭിപ്രായം എടുത്ത കുറേ വാഴകളുണ്ട്. അതുപോലെ അവന്മാരെന്നെ കുറേ പറയും ഇനി അങ്ങേര് നോക്കണ്ട, അങ്ങേര് ഇനി കൈതിട്ട് പോന്നാലും റോളക്സ് വന്നാലും ഇനി ഇത് തീരുമാനം എന്ന് പറയും. ഒരു മൈൻഡ് ഉള്ളവന്മാരുണ്ട്. കുറേ വാഴ അവന്മാരുണ്ട്. കാണണം അങ്ങനത്തെ. അതായത് ഞാൻ കുറേ ശ്രദ്ധിച്ചു. അതായത് ഈ ഇൻസ്റ്റാഗ്രാം എന്ത് തുറന്നാലും കുറേ എണ്ണങ്ങളുണ്ട് അങ്ങനെ വിചാരിച്ച് നടക്കണവർ. ഒന്നാമത് ഇങ്ങേരെ ഒരു പടം മോശമായെന്ന് വിചാരിച്ചിട്ട് അടുത്ത പടം മോശമാണെന്നില്ല. പിന്നെ ഇങ്ങേരെ തന്നെ ഈ ഒരു പടം പുള്ളീനെ കൊണ്ട് നിർബന്ധിച്ചാണ് ചെയ്യിപ്പിച്ചത്. അത് പുള്ളി തന്നെ പറയുന്നുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ. അതുപോലെ തന്നെ ഏതാണ് കുറേ എണ്ണങ്ങൾ അതായത് സിനിമയൊന്നും പോയി കാണൂല. കുറച്ച് നെഗറ്റീവ് വന്നാൽ പിന്നെ പോയി കാണൂല. അപ്പം മോശം. അല്ലാണ്ട് സ്വന്തം അഭിപ്രായമൊന്നുമില്ല. എന്നാൽ കണ്ടിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ അങ്ങനെയുമില്ല. കുറേ എണ്ണം പറയും ഏറ്റവും കിടിലൻ പടം ലിയോ, ഏറ്റവും കടൽ മാസ്റ്റർ, ഏറ്റവും നല്ല പടം വിക്രം, കൈദി. അങ്ങനെ ഇവന്മാർക്കൊക്കെ ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ലോകേഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം കൈദി, വിക്രം. അതായത് അത് രണ്ടും എന്നോട് ഈ രണ്ട് പടം ഏറ്റവും ബെറ്റർ ഏറ്റവും സൂപ്പർ എന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ട് റിപ്പീറ്റീവ് അല്ല, അത് നല്ലോണം കണ്ട പടമാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് കൈദിയാണെങ്കിലും വിക്രമായാലും ഞാൻ എപ്പോൾ യൂട്യൂബിൽ എപ്പോൾ ടി വിയിൽ വന്ന് ഞാൻ അപ്പം ഇരുന്ന് കാണും. അത് സീനുകൾ ഇരുന്ന് കണ്ടുപോകും. അതായത് വെച്ച് ഒന്നും കണ്ടാന്ന്. പ്രത്യേകിച്ച് റോളക്സ് വരുന്ന സീൻ, ലാസ്റ്റത്തെ കാർത്തിക ബിരിയാണി കഴിക്കുന്ന സീനില്ല, അത് തന്നെ എത്ര തവണ കണ്ടത് എനിക്ക്. പുള്ളി ബിരിയാണി കഴിക്കുന്ന സ്റ്റൈലാണ്. അതൊക്കെ ഏത് ഡയറക്ടർ കൊണ്ടാണ് പറ്റുക അങ്ങനെയൊക്കെ എടുത്ത് വയ്ക്കാൻ. സൂര്യൻ അതായത് തിയേറ്റർ ഫ്ലോപ്പായിരിക്കുന്ന പുള്ളിനെ ഈ KGF ലെവൽ, അതായത് അത്രയും അതിനങ്ങനെ അറിഞ്ഞിട്ട് ഞാൻ ശരിക്കും ഇങ്ങനെ കണ്ടിട്ടില്ല ആ ഒരു ക്യാരക്ടറിൽ. അതുപോലെ തന്നെ ലിയോ, അതായത് ഇപ്പോൾ എന്താ പറയുക, സൂര്യ ഫാൻസ്, അതായത് ഇപ്പോൾ വിജയിനെ ഇഷ്ടമില്ലാത്തവർ വരെ ലിയോ ഇൻട്രോയിൽ വരെ കണ്ണ് തള്ളി പോയിട്ടുണ്ടാകും. സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ ഒരു ആവറേജ് അനുസരിച്ച് എല്ലാവരും തുടങ്ങി പടം പോയിന്ന്. ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫ് എനിക്കൊന്നും വലിയ കയറ്റി പിടിച്ചില്ല. പക്ഷെ മോശം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. സെക്കൻഡ് ഹാഫ് മോശം എന്ന് വെച്ചാൽ കുഴപ്പമില്ല. അതായത് വിജയുടെ ഒരു രീതി പോലെ തന്നെയാണ്. വിജയുടെ എല്ലാ സിനിമത്തെ ഒരു രീതി പോലെ സെക്കൻഡ് ഹാഫ് എനിക്ക് തോന്നി. ഫസ്റ്റ് ഹാഫ് മക്കളെ തൊടാൻ പറ്റില്ല ആ സിനിമയുടെ. അതായത് ആ ഒരു പാട്ടില്ലേ, അതൊക്കെ വെച്ചുള്ള ഫൈറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ മനുഷ്യനെയാണ്. പിന്നെ മാസ്റ്റർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫും ഒക്കെ ഒരു കിടിലൻ പടമാണ്. സെക്കൻഡ് ഹാഫ് ഏതൊക്കെ വഴിക്കോടൊക്കെ പോയി ഒന്നും ഒരു ഇതുണ്ടായില്ല. എന്നാലും പുള്ളി പുള്ളിയുടെ രീതിയിൽ ഇരുന്നൊരു സിനിമ പിടിച്ചാലേ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഏത് ലെവൽ വരെ എത്തുമെന്ന്. ഇപ്പോൾ ഈ കൂലി ഞാൻ വാർ 2ൻ്റെ ട്രെയിലർ വാർ സിനിമ റിവ്യൂ ചെയ്യാൻ പറഞ്ഞില്ല. അത് പറയാത്തത് വേറെ ഒന്നല്ല, എന്ത് തീറിയെന്ന് പറഞ്ഞത്. ആ സിനിമയെ പോയി കണ്ടിട്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാം. ആ സിനിമ കണ്ടിട്ട് കൂലിയുടെ ഒരു ഇതൊക്കെ മനസ്സിലാക്കാൻ പുള്ളി ഈ സിനിമ എടുക്കുന്ന കൂലി സിനിമ എടുക്കുന്ന ഒരു ഇതുണ്ടായില്ല. രജനീകാന്തിൻ്റെ വെച്ചൊരു സിനിമ നിർബന്ധിച്ചെടുത്തുന്നുള്ളൂ. അപ്പോൾ എന്നിട്ടും വേണ്ട ഇത് കഥയാണ്. എന്നിട്ടും വാർ 2 വെച്ച് നോക്കുമ്പോൾ കൂലിയൊക്കെ ഇല്ലേ സിമ്പിളായിട്ട് പിടിച്ചു വെച്ചാണെന്ന് അറിയാമോ? അതായത് എന്ത് രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ലോകേഷ് അല്ല, ഇപ്പോൾ വേറെ വല്ല ഇപ്പോൾ ശിവയാണെന്ന് എനിക്ക് ശിവാണെങ്കിൽ വിചാരിക്കും. അങ്ങേരാണ് ഈ സിനിമ പിടിച്ചതെന്നുണ്ടെങ്കിൽ ആൾക്കാർ കൈക്കടിച്ച് എന്തൊക്കെ ആൾക്കാർ ഇങ്ങേരെന്ന് ഇത്രയും പ്രതീക്ഷ ഉണ്ടായില്ലെന്ന് വരെ പറയും. സത്യം കിട്ടും. ഇപ്പോൾ ആ കങ്കുയ്ക്ക് വരെ സൂര്യനെ ഇതാണ് ശിവ പണിയെന്ന് നോക്കി മക്കളെ. ഈ വേറെ ലെവൽ രീതിയിലായിരിക്കും. കാരണം പുള്ളിനെ നിന്നൊക്കെ ഇത്രയെങ്കിലൊക്കെ പ്രതീക്ഷിക്കുകയുള്ളൂ ആൾക്കാർ. ലോകേഷിനെ ഇത്രയല്ലേ പ്രതീക്ഷിക്കണേ.
അത് പുള്ളി വേണം അതിൻ്റെ ഒരു എഴുതിയ സിനിമയാണ്, എന്നിട്ടാണ് ഈ ലെവൽ വരെ എത്തിയെങ്കിൽ അതായത് നമ്മൾ ബാക്കിയുള്ള നിങ്ങൾക്ക് അറിയാത്തതാണ് ഈ സിനിമയൊക്കെ ഇടയ്ക്ക് ടി വി വെച്ചാൽ ബാക്കിയുള്ള സിനിമകളൊക്കെ വരുമ്പോൾ നമുക്ക് ഒന്ന് ചിന്തിക്കാന്നുണ്ട് ആ സിനിമയുടെ ഇത്. എനിക്ക് സിനിമ തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ പിന്നെ അതായത് ഞാൻ എൽ സി ആണെന്ന് ഒരു മൈൻഡ് പോലും തലയിൽ വെച്ചില്ല. എനിക്ക് ഒന്നാമത് കുറച്ച് ക്യാരക്ടറെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൽ സി അല്ല എന്നൊക്കെ ഒക്കെ മനസ്സിലായി. കുറേ വാഴകളുണ്ട്, അതിലത്തെ ക്യാരക്ടർ തന്നെ ഈ കൈതിലത്തെ വിക്രമത്തെ ക്യാരക്ടർ തന്നെ ഇതിനകത്തുണ്ട്, പക്ഷേ അതേ ക്യാരക്ടർ അല്ലാന്ന് അവർക്ക് തന്നെ അറിയാം. എന്നിട്ട് എൽ സി ആണെന്ന് വിചാരിച്ച കുറേ വാഴകൾ സിനിമ കഴിഞ്ഞാൽ അതന്നെ ഇരിക്കുകയാണ്. അത്രേ ബോധമുള്ളൂ, അത്രേ ബോധമോ. ഏതെങ്കിലും ഒരു സിനിമ അതേ കഥാപാത്രത്തിനടുത്ത് ഇതിനകത്ത് തന്നെ കൊണ്ടുവരാൻ ലോകേഷിന് പ്രാന്തൊന്നുമില്ല. ഇവന്മാർ അയ്യടികളാണെന്ന് തോന്നുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് കുറേ. ഇപ്പം എൻ്റെ കുറച്ച് കൂട്ടുകാരന്മാർ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. അതായത് സിനിമ എൽ സി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. എന്ത് പറയാനാണ്, ചിന്തിക്കാന്നുള്ളൂ. ഇങ്ങനെ കാര്യങ്ങൾ കൊണ്ടുവരൂ. അത്രയും ബോധമില്ലാത്തവന്മാരെ. ചിലവർ പറയും ഹിന്ദിക്കാർക്കാണ് ഒരു സിനിമയെ കുറിച്ച് ബോധിച്ചത്. എല്ലാവർക്കും ബോധമൊന്നുമില്ല. ഈ എൽ സി പോലത്തെ സിനിമ കിട്ടിയത് അവന്മാരുടെ ഭാഗ്യം. പിന്നെ ഒരിക്കലും അതുപോലെ തന്നെ പുള്ളിക്കിത് എൽ സി, പുള്ളി തന്നെ പറഞ്ഞത് എൽ സി അല്ല. പിന്നെ കുറേ നമ്മൾ ഈ കൂലി ഇറങ്ങണ നോക്കുകയാണെങ്കിൽ കുറേ എണ്ണങ്ങൾ ഈ ക്യാമിയോ ഉണ്ടാവും, ആ ക്യാമിയോ ഉണ്ടാവും ഒക്കെ. അത് കേട്ട് കുറേ എണ്ണങ്ങൾ ഇങ്ങനെയും പറഞ്ഞ ടൈപ്പ് ഉണ്ടാവും. എന്നിട്ട് ആദ്യം എന്ത് ചെയ്യും, ആദ്യത്തെ റിവ്യൂ നോക്കിയിട്ട് എന്നിട്ട് ആദ്യത്തെ അഭിപ്രായം നോക്കി എന്നിട്ട് തിയേറ്റർ പോകാൻ നോക്കി. അവന്മാർക്കായിട്ട് ഒരു ചെറിയ ഇതില്ല, അവന്മാർക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഉണ്ടാവില്ല. ഇപ്പം എൻ്റെ അടുത്ത് ഈ കൂലി കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഉള്ള കാര്യം പറഞ്ഞു, അത് പോയി കണ്ടു നോക്കി, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാവോ എന്നങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെയാണ്, അല്ലാണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? അത് സ്റ്റോറീനെ കുറിച്ച് അതായത് മൊത്തത്തിലൊന്നും പറഞ്ഞു കൊടുത്തു. അതായത് എന്താ സിനിമ എന്തോ എൽ സിയോ അല്ലെന്ന് ആദ്യം അങ്ങനത്തെ മൈൻഡൊന്ന് മാറ്റാൻ പറഞ്ഞു. ഇപ്പോൾ ലോകേഷ് ഏത് സിനിമയ്ക്ക് എൽ സി വന്നാലും വിചാരം പുള്ളി ശരിക്കും പറഞ്ഞാൽ പുള്ളി ഇനി ഇറങ്ങാൻ പോകുന്നത് കൈതി 2, വിക്രം അങ്ങനത്തെ സിനിമകളൊക്കെയാണ് ഇറങ്ങാൻ പോകുന്നത്. ഇതിനൊന്നും ഒരു ഇതുണ്ടാവില്ല. അതായത് ഞാൻ പറയണത് അതായത് ഈ കൂലിയുടെ പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ പുള്ളി മാക്സിമം നല്ല രീതിയിൽ എഴുതും. പുള്ളിക്ക് ഇത്തിരി തലയുള്ള പുള്ളിയാണ്. വെറുതെ കൊണ്ട് ഇങ്ങനെ ഒന്നും എഴുതിയില്ല പുള്ളി. അത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ വിക്രമൊക്കെ എന്തൊരു ബോറിങ്. അത്രയും ശ്രദ്ധിച്ചാണ് പുള്ളി മറ്റേ വിക്രം എഴുതിയത്. എന്ത് പറയാനാണ്. എന്നിട്ട് കുറേ എണ്ണങ്ങൾ ഈ സിനിമ പൊട്ടി. ഇനി ലോകേഷില്ല. അപ്പോഴേക്ക് കുറേ ട്രോളന്മാർ ഈ ഇൻസ്റ്റയിലൊക്കെ മറ്റേ ഫ്ലോപ്പായ സിനിമയുടെ ഡയറക്ടർമാരൊപ്പം ലോകേഷിനെ കൂടി ഉൾപ്പെടുത്തിയ രീതിയിലാണ്. എൻ്റെ ദൈവം ഇതൊക്കെ കാണുമ്പോൾ കൂളിങ് കയറാണ്. അപ്പോഴേക്കും തുടങ്ങി ഇങ്ങനെ കുറേ ഇത്. ഇനി അടുത്ത സിനിമ ഇറങ്ങുമ്പോൾ കണ്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. കാരണം നിങ്ങൾക്ക് സ്വയമായിട്ട് അതായത് നിങ്ങളൊരു സിനിമ കാണാതെ അതിനെ കുറ്റം പറയില്ല. അതുപോലെ തന്നെ ഒന്ന് മനസ്സിലാക്കിയിരുത്തി. കുറേ വാഴകളുണ്ട് അതായത് കുറച്ച് കിടിലൻ പടം. പുള്ളിയുടെ ഇതുവരെ ഇറങ്ങിയ എല്ലാ സിനിമയും ബോറാണോ? അല്ലല്ലോ. എല്ലാം ഈ കൂലി ഒഴിച്ച് ബാക്കിയൊക്കെ അടിപൊളിയാണ്. ആ ഒരു സിനിമ പോയാണ് ഇവന്മാർ കിടന്ന് ഇങ്ങനെ ഇവന്മാരൊക്കെ ഈ മറ്റേ സോങ് ഇറങ്ങിയപ്പോൾ എത്ര എണ്ണങ്ങളാണ്. അപ്പോഴേക്കും ആ ഒരു സോങ് ഇറങ്ങിയതിന് ഒരു കത്തിയുടെ ഒരു കത്തിയുടെ ഷേപ്പുണ്ടെങ്കിൽ റോളക്സ് അതിനകത്ത് വരും. അങ്ങനെയൊക്കെയാണ് കുറേ എണ്ണങ്ങൾ വായത്തലയിട്ട് ഇങ്ങനെ അടിച്ച് പറയണേ. എന്ത് പറയണ. ഇപ്പോൾ ഇനി ലോകേഷിനെ കൈതി ഇനി ഇറങ്ങിയാലും ഫസ്റ്റ് ഷോ തന്നെ പോയി കാണും. എനിക്ക് ലോകേഷിനുള്ള ഒരു വിശ്വാസം ഒന്നും പോയിട്ടില്ല. പുള്ളി എന്ന ഡയറക്ടർ എനിക്കിപ്പോഴും ഓക്കെയാണ്. പുള്ളിയുടെ ഈ കൂലി സിനിമ മോശമായിരുന്നുള്ളൂ. ഇനി ഇറങ്ങാൻ പോണ സിനിമ പുള്ളി മോശമാക്കാം. ഇത് തീർത്ഥശിവയൊന്നുമല്ല. അത് ഓർക്കാം. അപ്പോൾ ബൈ.